Hi friends, we will do Free Fire and Pubg top best comparison and guys നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം Free Fire and Pubg തമ്മിലുള്ള രണ്ട് ഗെയിമും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. ഇതുകൂടാതെ Free Fire ഉം Pubg തമ്മിലുള്ള മോസ്റ്റ് റിലേറ്റഡ് അതായത് സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ YouTube ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ഐക്കൺ മറക്കാതെ അമർത്തുക. Tencent ഓഫീസ് ഗരീന ഫ്രീ ഫയർ ഓഫീസ്. ഗരീന ഫ്രീ ഫയർ ഓഫീസ് സിംഗപ്പൂരിലാണെന്ന് ഫ്രീ ഫയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗരീന ഫ്രീ ഫയറിന്റെ മെയിൻ ഓഫീസിലേക്ക് സിംഗപ്പൂരിലെ ആ ഒരു ഓഫീസ് കാണാൻ സാധിക്കുക ഇങ്ങനെയാണ്. വലിയൊരു ഓഫീസാണ്. അത് മാത്രമല്ല ഫ്രീ ഫയറിലേക്ക് വരുന്ന പല ഈവന്റുകളും പിന്നെ റിവാർഡ്സുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഓഫീസിൽ നിന്നാണ്. സോ ഇതാണ് നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ഓഫീസ്. ഇനി നമുക്ക് ടെൻസെന്റ് ഓഫീസ് നോക്കാം. ടെൻസെന്റ് ഓഫീസ് പബ്ജി ക്രിയേറ്റ് ചെയ്ത ടെൻസെന്റ് ഓഫീസ് ചൈനയിലാണ് ഫ്രണ്ട്സ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വലിയ ബിൽഡിംഗ് ആണ് ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. ടെൻസെന്റ് ഇവിടെ രണ്ട് ബിൽഡിംഗ് ഒക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രമല്ല ഈ രണ്ട് ബിൽഡിംഗ് ആണെങ്കിൽ കണക്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗിന്റെ അകത്താണെങ്കിൽ ഗെയിം കളിക്കാനും നിരവധി ഫെസിലിറ്റീസ് ഉണ്ട്. എംപ്ലോയീസിന് വേണ്ടി ജിമ്മൊക്കെ ഉണ്ട്. നിരവധി കാര്യങ്ങളൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രമല്ല ഇതാണ് ആ ഒരു ടെൻസെന്റ് ഓഫീസിന്റെ ഉള്ളിൽ ആകം കാണാൻ സാധിക്കും ഇങ്ങനെയാണ്. നമുക്കിനി പബ്ജിയുടെയും ഫ്രീ ഫയറിന്റെയും ഓണേഴ്സിനെ കുറിച്ച് നോക്കാം. ഗരീന ഫ്രീ ഫയർ ഓണറിന്റെ പേരാണ് ഫോറസ്റ്റ്. ഇദ്ദേഹത്തിന്റെ സ്വദേശമാണ് സിംഗപ്പൂർ. അതായത് സിംഗപ്പൂരുകാരനാണ് നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ഓണർ. നമ്മളെല്ലാവരും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗരീന ഫ്രീ ഫയർ ഇല്ലേ, ആ ഒരു ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓണറാണ് ഫ്രണ്ട്സ് ഇത് ഫോറസ്റ്റ്. ഇതുപോലെ തന്നെ പബ്ജി ക്രിയേറ്റ് ചെയ്ത ഓണറിന്റെ പേരാണ് ബ്രണ്ടൻ ഗ്രീൻ. നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്ന ഇദ്ദേഹമാണ് ഫ്രണ്ട്സ് പബ്ജി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ നാടാണ് ഐറിഷ് ആണ് ഫ്രണ്ട്സ് ഇയാളുടെ നാട്. സോ ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പബ്ജി ആണ് ഫ്രണ്ട്സ് ലോക പ്രശസ്തമായി എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. അതായത് ബ്രണ്ടൻ ഗ്രീൻ ആണ്, ഇദ്ദേഹമാണ് നമ്മുടെ പബ്ജി ക്രിയേറ്റ് ചെയ്തത്. ഫോറസ്റ്റ് ആണ് നമ്മുടെ ഗരീന ഫ്രീ ഫയർ ബിൽഡ് ചെയ്തത്. നമുക്കിനി ഗരീന ഫ്രീ ഫയറിന്റെയും പബ്ജിയുടെയും ആദ്യമായി ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന തീം സോങ് കേൾക്കാം. സോ ഫ്രണ്ട്സ് ഇവ രണ്ടുമാണ് ഗരീന ഫ്രീ ഫയറിന്റെയും പബ്ജിയുടെയും ആദ്യമായി വന്നിട്ടുള്ള തീം സോങ്സ്. നമുക്കിനി ഫ്രീ ഫയർ ആൻഡ് പബ്ജി രണ്ട് ഗെയിമും തമ്മിലുള്ള ഇൻ ഗെയിം നമുക്ക് കമ്പാരിസൺ നോക്കാം. അപ്പോൾ രണ്ട് ഗെയിമിലെയും നമുക്ക് HP കമ്പാരിസൺ നോക്കാം ഫ്രണ്ട്സ്. ഫ്രീ ഫയറിലാണെങ്കിൽ നമുക്ക് മാക്സ് HP ആവുന്നത് നമുക്ക് 200 HP വരെ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇനി നമ്മൾ പബ്ജി നോക്കുകയാണെങ്കിൽ പബ്ജിയിൽ HP ആണെങ്കിൽ നമുക്ക് 100 HP വരെ മാത്രമേ കൂട്ടാൻ സാധിക്കുള്ളൂ. അതായത് മാക്സ് HP ആണ് 100. അതുകൊണ്ട് 100 HP ആകുമ്പോഴേക്കും പബ്ജിയിലെ HP ഫുൾ ആവുന്നതായിരിക്കും. ബട്ട് ഗൈസ് ഗരീന ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും 200 HP വരെ കൂട്ടാം. ബാൻഡേജ് വേഴ്സസ് ഇൻഹേലർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ റണ്ണിങ് മെഡിക്കേറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻഹേലർ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഓടിക്കൊണ്ട് നമുക്ക് HP കൂട്ടാൻ നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും പബ്ജിയിൽ ഇതുപോലെ നമുക്ക് ബാൻഡേജ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ പബ്ജിയിൽ എനർജി ഡ്രിങ്കും ഉപയോഗിക്കാൻ സാധിക്കും. എനർജി ഡ്രിങ്ക് ഉപയോഗിക്കുമ്പോൾ ക്യാരക്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ആവുന്നുണ്ട്, കൂടെ HP വർദ്ധിക്കും. ഇതാണ് ആ പബ്ജിയിലെ എനർജി ഡ്രിങ്കിന്റെ പ്രത്യേകത. സോ പബ്ജിയിലാണെങ്കിൽ ബാൻഡേജ് പിന്നെ എനർജി ഡ്രിങ്ക് ഉപയോഗിക്കാം. ഫ്രീ ഫയറിലാണെങ്കിൽ നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. നമുക്ക് ഇനി ഫ്രീ ഫയറിലും പബ്ജിയിലും നമ്മുടെ HP വർദ്ധിപ്പിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫ്രീ ഫയറിൽ HP വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് മെഡിക്കേറ്റ് ഉപയോഗിക്കാം. ദെൻ നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മഷ്റൂം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ ടീംമേറ്റ്സിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് ആ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് HP കൂട്ടാം. ഇങ്ങനെ മാത്രമല്ല ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും തന്നെ ബോൺഫയർ ഉപയോഗിക്കാം. അപ്പോൾ ബോൺഫയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും HP കൂട്ടാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് 5 രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ ക്യാരക്ടറിന്റെ HP കൂട്ടാൻ സാധിക്കും. പബ്ജിയിലും ഇതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ നമുക്ക് എല്ലാവർക്കും HP വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിക്കാം, പിന്നെ മെഡിക്കിറ്റ് ഉപയോഗിക്കാം. എയർ ഡ്രോപ്പിൽ നിന്നൊക്കെ മെഡിക്കിറ്റ് ലഭിക്കുന്നുണ്ട്. ബാൻഡേജ് ഉണ്ട്, അതുപോലെ തന്നെ എനർജി ഡ്രിങ്ക്സ് ഉണ്ട്. ഓടിക്കൊണ്ടൊക്കെ എനർജി ഡ്രിങ്ക്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവർക്കാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഈ ഒരു പെയിൻ കില്ലേഴ്സ് മാത്രമല്ല ഒരു സിറിഞ്ച് ഉണ്ട്. ആ സിറിഞ്ച് ഉപയോഗിച്ചാലും ഇവർക്ക് HP കൂടുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പബ്ജിയിൽ HP വർദ്ധിപ്പിക്കാം. അതായത് ഇതുപോലെ ഒരു 6 രീതികളുണ്ട് ഫ്രണ്ട്സ് പബ്ജിയിൽ HP വർദ്ധിപ്പിക്കാനായിട്ട്. ദെൻ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ വെഹിക്കിൾ എനർജി, അതായത് വെഹിക്കിളിന് എനർജി ഒന്നും വേണ്ട, നമുക്ക് വെറുതെ ചുമ്മാ വണ്ടി എടുക്കാം, ഓടിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പബ്ജിയിൽ ഇങ്ങനെയല്ല, വെറുതെ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. ഈ ഗ്യാസ് ക്യാൻ ഉപയോഗിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളൂ പബ്ജിയിൽ. അതുകൊണ്ട് ഈ ഗ്യാസ് ക്യാൻ
തന്നെ നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ ഫ്രണ്ട്സ്, പബ്ജിയിൽ ഇങ്ങനെയാണ് ഗ്യാസ് നിറയ്ക്കണം വണ്ടിയിൽ, അപ്പോഴാണ് വണ്ടി ഓടുകയുള്ളൂ. ബട്ട് നമ്മുടെ ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വണ്ടി എടുക്കുക, ഓടിക്കുക. നമുക്ക് ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല. റിവൈവ് കവർ ഇൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. ഫ്രീ ഫയറിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടീംമേറ്റ്സിനെ നമുക്ക് ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ കൊടുത്തിട്ട് നമുക്ക് റിവൈവ് അടിക്കാൻ സാധിക്കും. അങ്ങനെ ഗ്ലൂ വാളിട്ട് കവർ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിന് നമുക്ക് റിവൈവ് അടിക്കാനും സാധിക്കാം, നമുക്ക് രക്ഷിക്കാം. പബ്ജിയിൽ നമ്മുടെ ടീംമേറ്റ്സ് ഡൗൺ ആവുകയാണെങ്കിൽ ഇതുപോലെ സ്മോക്ക് ഗ്രാനേഡ് എറിയണം. അപ്പോഴൊരു പുക സ്പ്രെഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ പുകയുടെ അകത്താണെങ്കിൽ ആർക്കും കാണാൻ സാധിക്കില്ല. ഇങ്ങനെ റിവൈവ് ചെയ്യാം. അപ്പോൾ ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് ഗ്ലൂ വാൾ ഇടാം, പബ്ജിയിലാണെങ്കിൽ നമുക്ക് സ്മോക്ക് ഗ്രാനേഡ് എറിയാം. ഫ്ലൈയിങ് കാർ ഹാക്കർ. അതേ ഫ്രണ്ട്സ്, ഫ്രീ ഫയറിലാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഹാക്കേഴ്സ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ഹാക്കർ ആണെങ്കിൽ ഫ്രീ ഫയറിൽ കാറിൽ കയറി എന്നിട്ട് ഇങ്ങനെ പറക്കും ഗൈസ്. പറന്നിട്ടാണെങ്കിൽ എല്ലാവരെയും കൊല്ലും. ഇതുപോലൊരു കാർ ഹാക്കർ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. ഇതുപോലെ തന്നെ പബ്ജിയിലും കാർ ഹാക്കർ ഉണ്ട്, പബ്ജിയിലും ഹാക്കേഴ്സ് ഉണ്ട് ഗൈസ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ കാറൊക്കെ ആണെങ്കിൽ ആകെ ഇടിച്ച് പൊളിച്ച് എല്ലാവരെയും നോക്കാക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹാക്കർ ആണെങ്കിൽ കാർ ഹാക്കർ കണ്ടെയ്നറൊക്കെ ഇല്ല ഗൈസ്. അപ്പോൾ കണ്ടെയ്നറിന്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറിന്റെ മുകളിലൂടെ മാപ്പിലുള്ള എല്ലാ ലൊക്കേഷനിലേക്ക് ഇവിടെ പറന്നു പോവുകയാണ് ഗൈസ് ഈ കാറിനാണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ട് ഗൈസ് ഫ്രീ ഫയറിനെ അപേക്ഷിച്ചിട്ട്. അതായത് അപ്പോൾ ഫ്രീ ഫയറിന് ഹാക്കറും പിന്നെ പബ്ജിയിലെ ഹാക്കേഴ്സും രണ്ട് തരത്തിലാണ്. ഫാസ്റ്റസ്റ്റ് പ്ലെയർ ഇൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രീ ഫയറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാൻ സാധിക്കും? രജിസ്റ്റർ ആണ്. ഫ്രീ ഫയറിലെ രജിസ്റ്ററിനെ പോലെ പബ്ജിയിലെ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആരാണ്? പബ്ജിയിലെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആണ് ഒരു ചൈനീസ് പ്ലെയർ ആണ് ഗൈസ്. ഷാവു യു ഗെയിമിംഗ് എന്ന് അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ്. ഈ ഒരു യൂട്യൂബറിന്റെ ഗെയിം പ്ലേ നോക്കുക ഗൈസ്, നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഗൈസ് ഇവിടെ എനിമീസിനെ കില്ല് ചെയ്യുന്നത്. ഈ പ്ലെയറിന്റെ സ്കില്ലൊക്കെ നോക്കുക, വളരെ പെട്ടെന്നാണ് ഗൈസ് എനിമീസിനെ കില്ലടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹെഡ്ഷോട്ടൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ ഓടിച്ചാടി സ്കോഡ് വൈപ്പൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്ന് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഗൈസ് ഇത് പബ്ജിയിലെ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ജൊനാഥൻ ഗെയിമിങ്ങിനെയും ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹെഡ് ഷോട്ട് ഇൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. അപ്പോൾ പബ്ജിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിമീസിനെ ഇവിടെ ഹെഡ് അടിക്കുന്നുണ്ട്. ഹെഡ് ഷോട്ട് അടിക്കാൻ നേരത്തെ എത്ര ഡാമേജ് ലഭിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. ഫ്രീ ഫയറിലാണെങ്കിൽ നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കാൻ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും എത്ര ഡാമേജ് കിട്ടിയെന്ന് കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അതുപോലെ നമുക്ക് പബ്ജിയിൽ കാണാൻ സാധിക്കില്ല. ജസ്റ്റ് റെഡ് കളറായിട്ട് ഇവിടെ ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട്സ് പബ്ജിയിൽ ഹെഡ് ഷോട്ട് അടിക്കാൻ നേരത്തെ കാണാൻ സാധിക്കുക. നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യക്തമായി കാണാം. ഫ്രീ ഫയറിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മളിവിടെ ഹെഡ് ഷോട്ട് അടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഡാമേജ് ലഭിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പീക്കിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഹെഡ് ഷോട്ട് അടിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ 214 ഡാമേജ് ലഭിച്ചു. അപ്പോൾ എനിമി ആണെങ്കിൽ നോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീ ഫയറിൽ ഹെഡ് ഷോട്ട് അടിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് എത്ര ഡാമേജ് ലഭിച്ചു എന്ന് അറിയാനും സാധിക്കും. റെയർ ഗൺ സ്കിൻസ് ഫ്രീ ഫയർ ആൻഡ് പബ്ജി. ഫ്രീ ഫയറിലാണെങ്കിൽ ഒരുപാട് റെയർ ഗൺ ഉണ്ട്. ഫ്രീ ഫയറിലെ ഏറ്റവും റെയർ ഗണ്ണുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എവോ ഗണ്ണുകളൊക്കെയാണ്. കാരണം നമുക്ക് അതെല്ലാവർക്കും മാക്സ് ആക്കാൻ നമുക്ക് ഒരുപാട് ഡയമണ്ട് ഒക്കെ വേണ്ടി വരും. എവോ ഗൺ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ ഗണ്ണൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് നമ്മുടെ ഗരീന ഫ്രീ ഫയറിലെ മാക്സ് റെയർ ആയിട്ടുള്ള ഗണ്ണുകളെല്ലാം. ദെൻ ഗൈസ്, ഇനി നമുക്ക് പബ്ജിയിൽ നോക്കുകയാണെങ്കിൽ പബ്ജിയിലെ ഏറ്റവും വളരെ വലിയ റെയർ ഗൺ ഏതാണ്? പബ്ജി പ്ലേയേഴ്സിന് എല്ലാവർക്കും തന്നെ കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ഗണ്ണാണ് M4A1ന്റെ ഗ്ലേഷ്യർ എന്ന ഗണ്ണുണ്ട്. ഈ ഒരു M4A1ന്റെ ഈ ഒരു ഗണ്ണാണ് ഫ്രണ്ട്സ്, ഗണ്ണിന്റെ സ്കിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടുള്ള ഗൺ. ഇത് എടുക്കാൻ ഒരുപാട് യൂസി വേണം ഫ്രണ്ട്സ്. ഫ്രീ ഫയറിൽ ഡയമണ്ട് അല്ലേ, പബ്ജിയിലാണെങ്കിൽ യൂസി ആണ് ആവശ്യമുള്ളത്. ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് യൂസി ആണ്. മനസ്സിലാക്കുക, ഈ ഒരു ഗണ്ണാണ് പബ്ജിയിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള ഗൺ. മോസ്റ്റ് റെയർ ബണ്ടിൽ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. ഫ്രീ ഫയറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മോസ്റ്റ് റെയർ ആയിട്ടുള്ള ബണ്ടിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പോ ബണ്ടിൽ, പിന്നെ നമ്മുടെ സക്കുറ ബണ്ടിൽ, പിന്നെ ക്രിമിനൽ ബണ്ടിൽ. ഇതൊക്കെയാണ് വളരെ റെയർ ആയിട്ടുള്ള ബണ്ടിൽസ്. ഫ്രീ ഫയറിൽ ഇതിന്റെ ഡിമാൻഡ് വളരെ വലുതാണ് ഗൈസ്. ഇനി പബ്ജിയിൽ നോക്കുകയാണെങ്കിൽ പബ്ജിയിലെ ഏറ്റവും വലിയ റെയർ ആയിട്ടുള്ള ബണ്ടിൽ എന്നറിയപ്പെടുന്നത് എക്സ്യൂട്ട് ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിൽ വളരെ റെയർ ആണ്, വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ബണ്ടിലാണ് പബ്ജിയിൽ. അതുകൊണ്ട് ഇതെടുക്കാൻ പബ്ജി പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ഒരുപാട് ക്യാഷ് യൂസ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ബണ്ടിലാണെങ്കിൽ ഒരു എവോ ബണ്ടിലാണ് പബ്ജിയിലെ. ഈ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അപ്ഗ്രേഡും ചെയ്യണം ഗൈസ്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ബണ്ടിൽ മാസാവുന്നതായിരിക്കും. പബ്ജിയിലെ റെയർ ബണ്ടിൽ ഇതാണ്. മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ ഇൻ ഫ്രീ ഫയർ ആൻഡ് പബ്ജി. ഫ്രീ ഫയറിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് DJ അലോഗ്, ക്രോണോ, പിന്നെ വൂക്കോങ്, പിന്നെ നമ്മുടെ സ്കൈലർ. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ക്യാരക്ടർ ഉണ്ട് ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് ഫ്രീ ഫയറിലെ ഏറ്റവും പ്രശസ്തമായ ക്യാരക്ടറുകളെല്ലാം. അപ്പോൾ ഇതുപോലെ പബ്ജിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ഏതൊക്കെയാണ്? പബ്ജിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഗൈസ് കാർലോ. ഫീമെയിൽ ആയിട്ട് സാര ക്യാരക്ടർ. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറാണ് പബ്ജിയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് പബ്ജിയിലെ കൂടുതൽ പ്ലേയേഴ്സും എടുക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ക്യാരക്ടറുകളാണ് ഇവ രണ്ടും. അത് മാത്രമല്ല ഈ ക്യാരക്ടറുകൾക്കാണെങ്കിൽ ചെറിയ എബിലിറ്റി ഒക്കെ ഉണ്ട് പബ്ജിയിൽ. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഫ്രീ ഫയർ ആൻഡ് പബ്ജി തമ്മിലുള്ള ഏറ്റവും വലിയ ടോപ്പ് ആയിട്ടുള്ള കമ്പാരിസൺസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പാരിസൺ ഏതാണ് ഫ്രണ്ട്സ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ ചങ്കുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോയുമായി കൂടെ കാണാം. സൈനിങ് ഓഫ്.